എവരിബഡി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് മെട്രിക്സ് എന്ന് നോക്കി ഓർഡർ ഓഫ് മെട്രിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് മെട്രിസസ് ആണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് മെട്രിസസ് ഉണ്ട്. സ്ക്വയർ മെട്രിസസ് ഉണ്ട്, സ്കേലാർ മെട്രിക്സ് ഉണ്ട്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ, അങ്ങനെ കുറേ മെട്രിസസ് ഉണ്ട്. ആ മെട്രിസസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So major type of matrices. The matrices can be classified based on their structure and element. ഒരു മെട്രിസസിൽ വരുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ എലമെൻറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെട്രിസസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ 3 രീതിയിലാണ് മെട്രിസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷേപ്പ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എലമെൻറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിൽ വരുന്നത് മെട്രിക്സിലെ റോസിൻ്റെയും കോളത്തിൻ്റെയും നമ്പർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഓർഡർ രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേസിൽ 1, 2, 3, 4 എന്ന എലമെൻറ്റ്സ് ആണ് മെട്രിക്സിലുള്ളത്. റോ എന്ന് പറയുന്നത് 2 ആണ്, കോളം എന്ന് പറയുന്നതും 2 ആണ്. റോസിൻ്റെ നമ്പേഴ്സും കോളത്തിൻ്റെ നമ്പേഴ്സും സെയിം ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സസിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ സെയിം ആയാലല്ലേ നമുക്ക് എന്താവുള്ളൂ, സ്ക്വയർ ഫോർമാറ്റിലാവുള്ളൂ. സോ ആ മെട്രിക്സസിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ദ മെട്രിക്സ് ഹൂസ് ഓൾ എലമെൻറ്റ്സ് ആർ സീറോ ഓർ ഡിനോട്ടഡ് ബൈ സീറോ. ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സും സീറോ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നുണ്ടാവുക, സീറോ മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്വയർ മെട്രിക്സ് നോക്കി. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിൻ്റെ റോൻ്റെയും കോളത്തിൻ്റെയും നമ്പർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്ക്വയർ മെട്രിക്സ് എന്നും, അതുപോലെ തന്നെ തന്ന എലമെൻറ്റ്സ് ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സും സീറോ ആണെന്നുണ്ടെങ്കിൽ അതിനെ നൾ മെട്രിക്സ് എന്ന് പറയും. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞത്. സോ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ആ സ്ക്വയർ മെട്രിക്സിൽ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. നമ്മളൊരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിൽ ഡയഗണൽ മാത്രം, ഇതാണ് ഡയഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2, 5, 7, ഇതിനാണ് ഡയഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഈ ഡയഗണലിൽ മാത്രം വാല്യൂസ് വന്ന് ബാക്കി എല്ലാ വാല്യൂസും സീറോ ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഏത്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സും സെയിം ഒരു ഫോർമാറ്റിൽ വരുന്നതാണ്. സ്കേലാർ മെട്രിക്സും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇവൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒന്നാണെന്നുണ്ടെങ്കിൽ, ഒരേപോലത്തെ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയാം, സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. സ്കേലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സെയിം എലമെൻറ്റ്സ് ആർ ബി ഇൻ ദ ഡയഗണൽ. ഡയഗണലിൽ സെയിം എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയഗണലിൽ മാത്രമാണ് എലമെൻ്റ് ഉള്ളൂ. 4, 4, 4 എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രമേ എലമെൻ്റ് ഉള്ളൂ. ആ ഉള്ള എലമെൻ്റ് മൊത്തം ഏതാണ്, 4 എന്ന വാല്യൂ ആണുള്ളത്. സോ ആ ടൈപ്പ് ഓഫ് മെട്രിക്സസ് ആണ് ഏത്, സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കേലാർ മെട്രിക്സ് നോക്കിയല്ലോ, ആ സ്കേലാർ മെട്രിക്സിൽ ഡയഗണലിൽ മാത്രം എലമെൻറ്റ് വരുന്നുണ്ടാകും. ആ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻ കേസ് ഓഫ് സ്കേലാർ മെട്രിക്സിൻ്റെ കേസിൽ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ആ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെൻറ്റ് 1. ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് ഏതെന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഡയഗണലിൽ മാത്രം വാല്യൂസ് ഉണ്ടാകും, 1 എന്ന വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക, ബാക്കി എല്ലാ വാല്യൂസും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്
സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് നോക്കി, സീറോ മെട്രിക്സ് നോക്കി, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ് ആൻഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് നോക്കി. ഇനി നോക്കാൻ പോകുന്നതാണ് ട്രയാങ്കുലർ മെട്രിക്സസിൻ്റെ ടൈപ്പ്. ട്രയാങ്കുലർ മെട്രിക്സസിൻ്റെ ടൈപ്പിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, ലോവർ ട്രയാങ്കുലറും അപ്പർ ട്രയാങ്കുലറും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം എന്താണ് അപ്പർ ട്രയാങ്കുലർ എന്നാണ്. സോ ഇതാണ് അപ്പർ ട്രയാങ്കുലർ. ഒരു ബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലെ ഡയഗണലിൻ്റെ മേലത്തെ പൊസിഷൻ മൊത്തം വാല്യൂസ് ഉണ്ട്, താഴത്തെ പൊസിഷൻ എല്ലാം 0 ആണെന്നുണ്ടെങ്കിൽ അതിനാണ് അപ്പർ ട്രയാങ്കുലർ. ഒരു ട്രയാങ്കുലർ പോലെ കൺസിഡർ ചെയ്തു. ഇതിപ്പോൾ ഒരു മെട്രിക്സ് ആണ്, ഈ മെട്രിക്സിനെ ഇതൊരു ട്രയാങ്കിളാക്കി കൺസിഡർ ചെയ്തു. അതിൽ അപ്പർ വാല്യൂസിലും അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ വാല്യൂസ് ഉണ്ടാകും 2 3 4 0 5 6 7 എന്ന രീതിയിൽ വാല്യൂസ് ഉണ്ടാകും. ലോവർ ട്രയാങ്കുലറിൽ 0 എന്ന് വരാം. ഈ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറഞ്ഞ പേരാണ് അപ്പർ ട്രയാങ്കുലർ. ഡയഗണലിലും അതിൻ്റെ ഡയഗണലിൻ്റെ മേലെ മാത്രം, ഇതാണ് ഡയഗണൽ, ആ ഡയഗണലിൻ്റെ മേലെ മാത്രം വാല്യൂസ് വരുന്നുണ്ടാവുന്ന രീതിയിലുള്ള മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ലോവർ ട്രയാങ്കുലർ. ലോവർ ട്രയാങ്കുലറിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ഡയഗണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയഗണലിൻ്റെ മേലെ വരൽ അപ്പർ ആണെന്നുണ്ടെങ്കിൽ താഴെ വരൽ എന്തായിരിക്കും, ലോവർ ട്രയാങ്കുലർ ആയിരിക്കും. സോ ഇതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിൽ റോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, കോളംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വാല്യൂസിനെ ഇതിനെയാണ് റോസ് എന്ന് പറയുന്നുണ്ടാവുക, ഇതിനെയാണ് കോളംസ് എന്ന് പറയാൻ നമുക്ക് അറിഞ്ഞു. അതിൽ റോസിനെ കോളം ആക്കി മാറ്റിയാലും സെയിം വാല്യൂ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം മെട്രിക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നുണ്ടാവുക, സിമ്മട്രിക് മെട്രിക്സ് എന്നറിയാം. സിമ്മട്രിക് മെട്രിക്സിൽ ഇത് ഫസ്റ്റ് റോ ആണ്. ഈ റോനെ കോളമാക്കി മാറ്റുന്ന ടൈമിൽ നമ്മൾ എഴുതുക 1 2 3 എന്ന രീതിയിലായിരിക്കും എഴുതുന്നുണ്ടാവുക. സെക്കൻഡ് റോനെ കോളമാക്കുന്ന ടൈമിൽ 2 4 5 എന്നും, തേർഡ് റോനെ കോളമാക്കുന്ന ടൈമിൽ 3 5 6 എന്ന് എഴുതി. സോ നമ്മൾ എന്താ ചെയ്തത്, റോൻ എന്ത് ചെയ്തു, കോളമാക്കിയിട്ട് എഴുതലാണ് ചെയ്തത്. അങ്ങനെ എഴുതുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ എഴുതിയ വാല്യൂസും ഫസ്റ്റിലെ വാല്യൂസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ നമ്മൾ മെട്രിക്സും ഫസ്റ്റിലെ മെട്രിക്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. സോ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറഞ്ഞ പേരാണ് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എഴുതിയ മെട്രിക്സിനെ പറഞ്ഞ പേരാണ് എ ട്രാൻസ്പോസ്. സോ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? നമ്മളൊരു മെട്രിക്സ് തന്നു, ആ മെട്രിക്സിന് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോസിനെ കോളമാക്കി മാറ്റലാണ് ട്രാൻസ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോളത്തിനെ റോസ് ആക്കി മാറ്റലാണ് ട്രാൻസ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ ഒരു എ ഉണ്ട്, എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ എയും എ ട്രാൻസ്പോസും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയാം. ക്ലിയർ? സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു സിമ്മട്രിക്കിൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് സിമ്മട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്യൂ സിമ്മട്രിക്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്ക്യൂ സിമ്മട്രിക് പറയാം. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുക 0 2 -1. നമ്മൾ എന്ത് ചെയ്തു, അതിനെ എഴുതാൻ പോവാണ് 0, നമ്മൾ എഴുതാൻ പോവാണ് 0 2 -1. അടുത്ത റോനെ ട്രാൻസ്പോസ് ചെയ്തു -2 0 3. ഓക്കെ, അടുത്ത റോനെ ട്രാൻസ്പോസ് ചെയ്തു 1 -3 0. ഇതാണ് നമുക്ക് കിട്ടുക ഇപ്പോഴത്തെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അല്ലേ. എ ട്രാൻസ്പോസ് ഏത് നമുക്ക് എഴുതിയ എ ട്രാൻസ്പോസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന ടൈമിൽ 0 0 തന്നെയാണ്. 2 എന്ന് പറഞ്ഞാൽ എന്തായി മാറി, -2 ആയി മാറി. -1 എന്തായി, 1 ആയി. -2 2 ആയി. 0 0 തന്നെ. 3 -3 ആയി. 1 -1 ആയി. -3 3 ആയി. 0 0 ആയി. അപ്പോൾ നമുക്കിവിടെ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഒരു മെട്രിക്സ് തന്നാൽ അല്ലെങ്കിൽ എ എന്ന മെട്രിക്സിൻ്റെ നേരെ
ഒരു നെഗറ്റീവ് പോർഷനാണ് നമുക്ക് എന്തിട്ടത് സ്ക്യൂ സിമ്മട്രിക്കിൽ കിട്ടിയത്. സോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? സോ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ അവലാണ് സ്ക്യൂ സിമ്മട്രിക്കിൽ വരുന്നത്. നമ്മൾ നോക്കിയത് സ്ക്യൂ സിമ്മട്രിക് നോക്കി, സിമ്മട്രിക് നോക്കി, ലോവർ ട്രയാങ്കുലർ, അപ്പർ ട്രയാങ്കുലർ, സ്കേലർ, ഡയഗണൽ, ഐഡൻറ്റിറ്റി ആൻഡ് സ്ക്വയർ ആൻഡ് സീറോ മെട്രിക്സ് എന്ന രീതിയിലാണ് നോക്കിയത്. ഇനി നമുക്ക് 3 മെട്രിക്സും കൂടി നോക്കാനുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി വരുന്ന 3 ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. റോ മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ് ആൻഡ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞത്. സോ റോ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ റോ മാത്രം ഉണ്ടെങ്കിൽ അതിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവാം. എത്ര കോളം വേണമെങ്കിലും ആവാം, പക്ഷെ ഒരു സിംഗിൾ റോ മാത്രം വരലാണ് റോ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 ഇതെന്താ 4. ഇതൊരു 4 കോളം വരുന്ന ഒരു സിംഗിൾ റോ വരുന്ന മെട്രിക്സ് ആണ്. ഈ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് റെക്ടാങ്കുലർ മെട്രിക്സ്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് റോസും കോളംസും വരുന്നതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു. എന്നാൽ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് സെയിം നമ്പേഴ്സ് അല്ലാതിരിക്കുക, അതാണ് എന്ത് റെക്ടാങ്കുലർ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോ എന്ന് പറയുന്നത് 2 ആണ് ആൻഡ് കോളം എന്ന് പറയുന്നത് 3 ആണ്. സോ റോ ഈക്വൽ ടു കോളം ആണോ? അല്ല. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത് റെക്ടാങ്കുലർ മെട്രിക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് നമ്മൾ റോ മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ റോ വരുന്നത് മാത്രമുള്ളത്, അല്ലെങ്കിൽ സിംഗിൾ റോ വരാണെങ്കിൽ അതിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഇൻ കേസ് ഓഫ് കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കോളം ആയിരിക്കും വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റോസ്. ഒരു സിംഗിൾ കോളം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റോസ് വരുന്ന ടൈപ്പ് ഓഫ് മെട്രിക്സിനാണ് കോളം മെട്രിക്സ് എന്ന് പറയാം. സോ ഇതൊക്കെയാണ് റോ മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ് ആൻഡ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം. റോ മെട്രിക്സ് നോക്കി ഒരു റോ മാത്രം വരലാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കോളം വരൽ. റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആണ് റെക്ടാങ്കുലർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം വരൽ. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ എലമെൻറ്റ്സും 0 ആകാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു 0 ആയി വരലാണ്. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0 ആയി വരലാണ് ഡയഗണൽ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കേലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയി വരൽ സ്കേലാർ മെട്രിക്സ്. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1ഉം ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയി വരൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ഒരു ഡയഗണലും ഡയഗണലിൻ്റെ മേലുള്ള എലമെൻറ്റ്സും എന്താവാൻ നോൺ 0 ആവലാണ് അപ്പർ ട്രയാങ്കുലർ. ഡയഗണലും ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സും നോൺ 0 ആവലാണ് ലോവർ ട്രയാങ്കുലർ. സിമ്മട്രിക് മെട്രിക്സ് ഉണ്ട്. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെന്നുണ്ടെങ്കിൽ സിമ്മട്രിക്കും, എ മൈനസ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ സ്ക്യൂ സിമ്മട്രിക്കും. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സസ്. നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ട്രാൻസ്പോസും അതുപോലെ തന്നെ സ്ക്യൂ സിമ്മട്രിക്കും നമുക്ക് ഇനി വരുന്ന കുറേ പ്രോബ്ലംസിന് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് വഴി ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെയിൽ ഐ ഡിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.